നമസ്കാരം. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന മലനിരകളിൽ വലിയ തോതിൽ ധാതുസമ്പത്ത് അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്ന് വാദവുമായി സൗദി അറേബ്യയിലെ ഖനി വിദഗ്ധർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അറേബ്യൻ നുബിയൻ ഷീൽഡിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ഈ മലനിരകളിൽ മൊത്തം $2.5 ട്രില്യൺ ധാതുസമ്പത്ത് ഉണ്ടെന്നാണ് സർക്കാർ കണക്കാക്കുന്നത്. അതായത് സൗദി അറേബ്യയുടെ മൊത്തം വാർഷിക GDPയുടെ ഇരട്ടിയിൽ അധികം ഇവിടെയുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. ധാതുസമ്പത്തിൽ ഭൂരിഭാഗവും പടിഞ്ഞാറൻ തീരത്തെ സ്ഫടിക പാറകളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കണക്കാക്കപ്പെടുന്നു. വൈവിധ്യവൽക്കരണ ശ്രമങ്ങളുടെ ഭാഗമായി 2030 ആകുമ്പോഴേക്കും മൊത്തത്തിലുള്ള GDPയിൽ ഖനനത്തിന്റെ സംഭാവന $17 ബില്യൺ നിന്ന് $75 ബില്യൺ ആയി ഉയർത്താൻ സൗദി അറേബ്യ ശ്രമിക്കുന്നതിനിടയിൽ കൂടെയാണ് ഇങ്ങനെ ഒരു കണ്ടെത്തൽ. ജനുവരിയിൽ ഈ മേഖലയിലെ 25,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പ്രദേശത്തെ പര്യവേഷണ ടെൻഡറുകൾ ഭരണകൂടം പുറപ്പെടുവിച്ചിരുന്നു. സ്വർണം ഉൾപ്പെടെയുള്ള ധാതുക്കൾ ഇവിടെ ഉണ്ടായേക്കാമെങ്കിലും പര്യവേഷണ ഘട്ടം ദൈർഘ്യമേറിയതായിരിക്കുമെന്നാണ് വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ സാഹചര്യത്തിൽ രാജ്യം ഒരു മത്സരാധിഷ്ഠിത ധാതു കയറ്റുമതിക്കാരനാകാൻ വർഷങ്ങൾ എടുത്തേക്കാമെന്നും അവർ വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര കമ്പനികളുമായി ചേർന്ന് പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എത്രയും പെട്ടെന്ന് തന്നെ പര്യവേഷണം പൂർത്തിയാക്കാനാണ് സൗദി അറേബ്യ ശ്രമിക്കുന്നത്. ധാതു ഖനനത്തിന്റെ കാര്യത്തിൽ സൗദി അറേബ്യ ലോകത്തിലെ ഏറ്റവും ആവേശകരമായ മേഖലകളിലൊന്നായി മാറിയിരിക്കുന്നുവെന്നാണ് ഓസ്ട്രേലിയൻ കമ്പനിയായ ഫ്ലീറ്റ് സ്പേസിന്റെ സഹസ്ഥാപകനും സിഇഒയുമായ ഫ്ലാവിയ ടാറ്റ നാഡിനി അഭിപ്രായപ്പെടുന്നത്. ധാതുക്കൾക്കായി ഭൂമിയുടെ ഉപരിതലം സ്കാൻ ചെയ്യുന്ന ഉപഗ്രഹ സാങ്കേതിക വിദ്യ സ്വന്തമായുള്ള കമ്പനിയാണ് ഫ്ലീറ്റ് സ്പേസ്. ധാതുക്കൾക്കായി തിരയുന്നതിനായി ജനുവരിയിൽ സൗദി സർക്കാർ ഉടമസ്ഥതയിലുള്ള ഖനന ഭീമനായ മാഡനുമായും പ്രാദേശിക ടെക് കമ്പനിയായ തെഹ്രീസുമായും അവർ ഒരു ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട്. റിയോ ടിൻഡോ, ബാരിക് ഗോൾഡ് എന്നിവയുൾപ്പെടെയുള്ള പ്രമുഖ ഖനന കമ്പനികൾ ഫ്ലീറ്റ് സ്പേസിന്റെ സാങ്കേതിക വിദ്യ ഇതിനകം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഈ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ 7 കിലോമീറ്ററുകളോളം ഭൂമിക്കടിയിൽ കാണാനാകും. 3D ചിത്രങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും. ആയിരക്കണക്കിന് വർഷങ്ങളായി അറേബ്യൻ നുബിയൻ ഷീൽഡിന് മുകളിലുള്ള ഭൂമിയിൽ വസിക്കുന്ന ജനങ്ങൾ പാറകളിൽ നിന്ന് സ്വർണം, ചെമ്പ്, വെള്ളി, സിങ്ക് എന്നിവ ഖനനം ചെയ്തിട്ടുണ്ട്. ഇത് വ്യാവസായികവൽക്കരിക്കുകയെന്നാണ് സൗദിയുടെ ലക്ഷ്യം. രാജ്യത്ത് സ്വർണ്ണ, ചെമ്പ് ഖനികൾ പ്രവർത്തനത്തിലുണ്ടെങ്കിലും ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ നിലവാരത്തിലേക്ക് അതിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. 2040 ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ ഖനന മേഖലയായി സൗദി മാറുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ചെമ്പ്, നിക്കൽ, സ്വർണം, വെള്ളി തുടങ്ങിയ ധാതു നിക്ഷേപങ്ങൾ തിരിച്ചറിയുന്ന ജിയോ ഫിസിക്കൽ സർവേകൾ നിർമ്മിക്കുന്ന അരിസോണ ആസ്ഥാനമായുള്ള ഇൻഡവോ ഇലക്ട്രോക്കുമായി 2 വർഷം മുൻപ് ഒരു സംയുക്ത സംരംഭത്തിലും കമ്പനി ഒപ്പുവെച്ചിട്ടുണ്ട്. എന്നാലും സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഖനനം തികച്ചും നിർണായകമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. PRS Hospital കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.